ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ്സിയും തമ്മിലുള്ള മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പരാജയത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറെ നമുക്ക് തൊട്ടടുത്ത് നിന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പരാജയത്തിന് ശേഷം മിഖായൽ സ്റ്റെഹറെ എന്ന പരിശീലകൻ വളരെ ഡിസാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ പോലും സ്വന്തം ടീമിന്റെ പ്രകടനത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ട്. ഇനി മെച്ചപ്പെടാൻ പറ്റും എന്ന കാര്യത്തിൽ മിഖായൽ സ്റ്റെഹറയ്ക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ പുള്ളിയോട് ചോദിച്ചു, നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് പാസിംഗ് ഓപ്ഷനുകൾ കിട്ടുന്നില്ല. സത്യമാണ്, ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഇപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ നോയെ പോലെയുള്ള ആളുകളാണെങ്കിലും ആരെങ്കിലും പന്ത് കൈവശപ്പെടുത്തി അറ്റാക്കിംഗ് പ്ലേ തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള പാസിംഗ് ഓപ്ഷൻസ് അവൈലബിൾ ആവുന്നില്ല, പന്ത് റിസീവ് ചെയ്യാൻ ആളില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഇനാക്യുറസി ഓഫ് സ്പീഡ് എന്ന് വെച്ചാൽ പന്ത് മുന്നിലേക്ക് നൽകുമ്പം എന്നുവെച്ചാൽ ഒരു പാസിന്റെ വേഗത കൃത്യമാവുന്നില്ല, പലർക്കും അത് പിടിച്ചെടുക്കാൻ പറ്റാത്ത പാസ്സാവുന്നു, അല്ലെങ്കിൽ എതിരാളികൾ അത് ഇടയ്ക്ക് വന്ന് ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രധാനമായിട്ട് രണ്ട് പ്രശ്നങ്ങളാണ് ഞാൻ കണ്ടത്. അപ്പം അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഹാഫിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾ കണ്ടില്ല, കളി ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുണ്ട്. താരങ്ങൾക്കിടയിൽ ഒരു ബോണ്ട് വന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. എസ്പെഷ്യലി ഡൈങ് മിനിറ്റ്സിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഒത്തിണക്കം പ്രകടിപ്പിച്ചു എന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ നമ്മൾ ആ ഗോൾ നേടിയ സാഹചര്യത്തിൽ നമ്മളൊരു ഫോർമേഷൻ ചേഞ്ച് ചെയ്ത സാഹചര്യത്തിലാണ് ഒരു ഗോൾ സ്കോർ ചെയ്തത്. 3-5-2 ഫോർമേഷനിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ഗോൾ വന്നത്. അതിന് പ്രീതം നല്ലൊരു ബിൽഡപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു, വളരെ മികച്ചൊരു ബിൽഡപ്പിൽ കൂടിയാണ് ആ ഒരു ഗോൾ നേടിയത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒട്ടും ആഗ്രഹിക്കാത്ത തരത്തിൽ അൺഇൻറ്റൻഷനലി നമ്മളൊരു ഗോൾ കൺസീഡ് ചെയ്തു. അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടത്. ഇത്തരത്തിലുള്ള കൺസീഡുകൾ നമ്മൾ ഒഴിവാക്കണം. അതായത് അനാവശ്യമായിട്ട് ഗോളുകൾ വഴങ്ങുന്ന സാഹചര്യം നമ്മൾ ഒഴിവാക്കണം. പക്ഷേ ഞാൻ നിരാശനാണ്, മത്സരത്തിന്റെ റിസൾട്ടിൽ നിരാശനാണ്. പക്ഷേ ഇത് ആദ്യത്തെ മത്സരം ആയതുകൊണ്ട് തന്നെ പ്ലേയേഴ്സിനിടയിൽ ഒന്ന് സെറ്റായി വരും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും എന്ന് കൂടി മിഖായൽ സ്റ്റെഹറെ